ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 ഏപ്രിൽ 5-ാം തീയതി ഞായറാഴ്ച വികട സംഗഷ്ടി ചതുർത്ഥിയാണ്. വികട സംഗഷ്ടി ചതുർത്ഥിയെ പറ്റിയിട്ട് വളരെ വിശദമായ ഒരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നു. എങ്ങനെ ഭഗവാനെ പ്രാർത്ഥിക്കണം, എപ്പോഴാണ് സമയം, വ്രതകഥ എന്താണ്, ചന്ദ്രഭഗവാനെ പ്രാർത്ഥിക്കേണ്ടുന്ന സമയം എപ്പോഴാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ വിശദമായി നമ്മൾ ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കേൾക്കണം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗണപതി ഭഗവാനും കറുകപ്പുല്ലും എന്ന വിഷയത്തെ പറ്റിയിട്ടാണ്. എന്തുകൊണ്ടാണ് ഗണപതി ഭഗവാന് കറുകപ്പുല്ലുകൾ ഇത്രയും പ്രിയപ്പെട്ടതായത്, കറുകപ്പുല്ലുകൾ നമ്മൾ എങ്ങനെ സമർപ്പിക്കണം, ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് നമുക്ക് ആദ്യമായി ഒരു കഥ കേൾക്കാം. പണ്ട് അനലാൻ എന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു. ഈ അസുരൻ ഒരു ദുഷ്ടനായിരുന്നു. ദേവന്മാരെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ അസുരന് ഒരു പ്രത്യേകതയുണ്ട്. ഈ അസുരന്റെ കണ്ണുകളിൽ നിന്ന് അഗ്നി പുറത്തേക്ക് വരുമായിരുന്നു. ഈ അഗ്നി ഉപയോഗിച്ചിട്ട് ഈ അസുരൻ നിരന്തരം ദേവന്മാരെ ചുട്ടുപൊള്ളിക്കുകയും അതുപോലെ തന്നെ ദേവന്മാരെ കൊല്ലുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ദേവന്മാർക്ക് ഒരു നിവൃത്തിയുമില്ലാതെയായി. അങ്ങനെ ഇവരെല്ലാവരും കൂടി ചെന്ന് ഗണപതി ഭഗവാനോട് സങ്കടം പറയുന്നു. ഉടൻ തന്നെ ഗണപതി ഭഗവാൻ ദേവന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ അസുരനുമായിട്ട് യുദ്ധം ചെയ്യുന്നു. അങ്ങനെ ഗണപതി ഭഗവാൻ ഈ യുദ്ധത്തിന്റെ അവസാനം ഈ അസുരനെ അങ്ങ് പിടിച്ച് വിഴുങ്ങുന്നു. വിഴുങ്ങിക്കഴിഞ്ഞപ്പോ ഈ അസുരന് ചൂടുണ്ട്. ചൂടുള്ള ഈ അസുരൻ ഗണപതിയുടെ വയറ്റിൽ കിടന്നിട്ട് ഗണപതിയെ ചുട്ടുപൊള്ളിക്കുവാൻ തുടങ്ങി. അതോടുകൂടി ഗണപതിക്ക് വളരെയധികം വിഷമമാണ് നേരിട്ടത്. ആ സമയത്ത് ചന്ദ്രഭഗവാൻ നമുക്കറിയാം തണുപ്പുള്ള ഗ്രഹമാണ് ചന്ദ്രൻ. ചന്ദ്രഭഗവാൻ ഗണപതിയുടെ തലയ്ക്കു മുകളിൽ വന്നു നിൽക്കുകയും ഗണപതിക്ക് തണൽ നൽകുകയും ചെയ്തു, ഒരു തണുപ്പ് കൊടുത്തു. അതുപോലെ തന്നെ മഹാവിഷ്ണു താമരപ്പൂക്കൾ കൊടുത്തു ഗണപതിക്ക്. ശിവൻ ഗണപതിയുടെ ഉദരത്തിൽ പാമ്പിനെ ഇങ്ങനെ ചുറ്റിച്ചു, പാമ്പിനെ കൊണ്ട് ഇങ്ങനെ ചുറ്റിവെച്ചു. അതായത് ഈ വയറിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, തണുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പാമ്പിന് ഒരു തണുപ്പുണ്ടല്ലോ, അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഗണപതിക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല. ദേവന്മാരെല്ലാവരും വന്നു, അവര് ധാരാളം ദ്രവ്യങ്ങൾ കൊണ്ട് ഗണപതിക്ക് അഭിഷേകം ചെയ്തു. എന്നിട്ടും ഒരു കുറവുമില്ല. ആ സമയത്താണ് ബാലഖില്യന്മാർ എന്ന് പറഞ്ഞ മുനികൾ അവിടേക്ക് എത്തിച്ചേർന്നത്. ഈ ബാലഖില്യന്മാരെ പറ്റി നമ്മൾ ഭാഗവതത്തിൽ വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇനി വൈശാഖമാസം തുടങ്ങുമ്പോൾ ഭാഗവതം പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ബാലഖില്യന്മാരെ പറ്റി വീണ്ടും പറയാം. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ആ മുനിമാരെ പറ്റി പറയുന്നില്ല. അങ്ങനെ ആ മുനിമാര് അവിടെ എത്തിച്ചേർന്നു. ഗണപതി ഭഗവാന്റെ ഈ ദുരവസ്ഥ കണ്ടിട്ട് അവര് 21 കറുക നാമ്പുകൾ കൊണ്ട് ഭഗവാന് അർച്ചന ചെയ്തു. 21 കറുക നാമ്പുകൾ കൊണ്ട് അർച്ചന ചെയ്യുകയും ഗണപതി ഭഗവാന്റെ ആ വയറ്റിനകത്തുണ്ടായിരുന്ന ആ അഗ്നിക്ക് ശമനമുണ്ടാവുകയും ഗണപതി ഭഗവാൻ പൂർണ്ണ ആരോഗ്യവാനായി തീരുകയും ചെയ്തു. അതിനുശേഷം ഗണപതി ഭഗവാന് വളരെ സന്തോഷമാവുകയും ഈ മുനിമാരെ അനുഗ്രഹിക്കുകയും ചെയ്തു. എങ്ങനെയാണ് അനുഗ്രഹിച്ചത്? ആര് എനിക്ക് 21 കറുക നാമ്പുകൾ കൊണ്ട് അർച്ചന ചെയ്യുന്നുവോ അവർക്ക് എൻ്റെ അപാരമായ അനുഗ്രഹം ഉണ്ടാകും എന്നാണ് അനുഗ്രഹിച്ചത്. അന്ന് മുതലാണ് എല്ലാവരും 21 കറുക നാമ്പുകൾ കൊണ്ട് ഗണപതി ഭഗവാന് അർച്ചന ചെയ്യാനായിട്ട് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം അല്ലെങ്കിൽ ഇനി ഏത് ദിവസമാണെങ്കിലും നിങ്ങൾ ഗണപതി ക്ഷേത്രത്തിൽ പോകുമ്പോൾ കറുകപ്പുല്ല് ഗണപതി ഭഗവാന് സമർപ്പിക്കുന്നുണ്ടെങ്കിൽ, പലപ്പോഴും നമ്മൾ ഈ പൂവൊക്കെ വിൽക്കുന്ന കടയിൽ പോയിട്ട് കറുകപ്പുല്ല് മേടിക്കും. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു കെട്ടായിട്ട് കുറച്ച് കറുകപ്പുല്ലുകൾ എടുത്തിങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ടാവും. നമ്മൾ ആ കെട്ട് മേടിച്ച് അതുപോലെ കൊണ്ടുവന്ന് ഭഗവാന് സമർപ്പിക്കും. ഇനി മേലാൽ അങ്ങനെ ചെയ്യരുത്. നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതിന് ശേഷം നമ്മൾ അവിടെ ഇരുന്ന് ഈ കെട്ട് അഴിച്ചിട്ട് ഒന്ന് എണ്ണി നോക്കണം. 21 കറുക നാമ്പുകൾ ഉണ്ടോ എന്ന് എണ്ണി നോക്കണം. എണ്ണി നോക്കി
ഉണ്ട് എന്ന് ഉറപ്പുവരുത്തി ആ 21 എണ്ണം മാത്രം ഭഗവാന് സമർപ്പിക്കുക. അല്ലെങ്കിൽ 21 എണ്ണത്തിന്റെ പല കെട്ടുകൾ അങ്ങനെ നമുക്ക് സമർപ്പിക്കാം. 21 എണ്ണത്തിൽ കുറവാണെങ്കിൽ 21 എണ്ണമാക്കി മേടിച്ച് കെട്ടുക, കൂടുതലുണ്ടെങ്കിൽ മാറ്റിവെക്കുക. അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അല്ലാതെ അവിടെ നിന്നും മേടിച്ചിട്ട് അതുപോലെ കൊണ്ടുവന്ന് ഭഗവാന് സമർപ്പിക്കരുത്. 21 എണ്ണത്തിന്റെ പ്രാധാന്യം ഇതാണ്. അതുകൊണ്ട് എല്ലാവരും ആ വിധത്തിൽ വേണം ചെയ്യാൻ. ഒരുപാട് ഔഷധങ്ങളുള്ള ഒരു പുല്ലാണ് കറുകപ്പുല്ല് എന്ന് പറയുന്നത്. ഗണപതി ഹോമ സമയത്ത് കറുകപ്പുല്ല് ഹോമിക്കാറുണ്ട്. കറുകപ്പുല്ല് ഹോമിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക അത് അന്തരീക്ഷ ശുദ്ധീകരണത്തിന് നല്ലതാണ് എന്നാണ് പറയുന്നത്. ആ പുക ശ്വസിക്കുന്നത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ശമിപ്പിക്കുന്നതിന് ഏറ്റവും ഉത്തമമാണ് എന്ന് പറയുന്നുണ്ട്. എല്ലാ വിധത്തിലുള്ള രോഗങ്ങൾ മാറുന്നതിന്, പ്രത്യേകിച്ച് വാതരോഗം, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഇവയ്ക്കൊക്കെ ഈ കറുകപ്പുല്ല് ഹോമിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക ശ്വസിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നു. രക്തശുദ്ധീകരണത്തിനും ഏറ്റവും നല്ലതാണ് എന്നാണ് പറയുന്നത്. പല മരുന്നുകൾക്കും കറുകപ്പുല്ല് ഒരു ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട്. തണുപ്പുള്ള ഒരു ഔഷധമാണ് കറുകപ്പുല്ല്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് അങ്ങേയറ്റം ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പുല്ലാണ്. ബുദ്ധിവികാസത്തിന്, കുട്ടികൾക്ക് മരുന്നുണ്ടാക്കാനും ഒക്കെ തന്നെ ഈ കറുകപ്പുല്ല് ഉപയോഗിക്കാറുണ്ട്. ഇതാണ് കറുകപ്പുല്ലും ഗണപതിയുമായിട്ടുള്ള ബന്ധം. നമ്മൾ ഭഗവാന് കറുക മാല സമർപ്പിക്കാറുണ്ട്. കറുകപ്പുല്ല് കൊണ്ട് മാല ഉണ്ടാക്കി സമർപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ കറുകപ്പുല്ല് നമ്മൾ അർച്ചന ചെയ്യാറുണ്ട്. ഗണപതി ഹോമത്തിൽ കറുകപ്പുല്ല് അർച്ചിക്കാറുണ്ട്. ആ സമയത്തൊക്കെ ഈ 21 എണ്ണം എന്നുള്ളത് അർച്ചനയ്ക്കൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. കറുക മാല നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് നമ്മൾ കൊടുക്കുന്നതിന് പകരം നമ്മുടെ കൈകൊണ്ട് നമ്മൾ 21 എണ്ണത്തിന്റെ ഗുണിതങ്ങൾ ആ നിലയിൽ കറുകപ്പുല്ലുകൊണ്ട് നമ്മൾ തന്നെ മാല കെട്ടി ഭഗവാന് സമർപ്പിക്കുകയാണെങ്കിൽ അതും വളരെ ശ്രേഷ്ഠമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഗണപതി ഭഗവാനുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ളത്. ഈ കറുകപ്പുല്ലും ഗണപതി ഭഗവാനും തമ്മിലുള്ള ബന്ധമാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം, പ്രത്യേകിച്ച് സംകഷ്ടി സങ്കടമോചന ഗണപതി ദിവസം, അതായത് നാളത്തെ ദിവസം വികട ഗണപതിയെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഓം വികട ഗണപതിയെ നമ എന്ന് ജപിച്ച് പ്രാർത്ഥിക്കുന്നത് അങ്ങേയറ്റം ശ്രേഷ്ഠമാണ്. ഗണപതി ഭഗവാന് തേങ്ങ ഉടച്ച് പ്രാർത്ഥിക്കുന്നത്, കറുകപ്പുല്ല് സമർപ്പിക്കുന്നത്, നെയ്ദീപം തെളിയിക്കുന്നത്, അതുപോലെ തന്നെ പ്രത്യേകിച്ച് നാളത്തെ ദിവസം താമര വിത്തുകൾ കൊണ്ട് ഹൽവ ഉണ്ടാക്കി സമർപ്പിക്കുന്നത്, അതൊക്കെ തന്നെ വളരെ ശ്രേഷ്ഠമാണ്. നാളത്തെ ദിവസം താമര വിത്തുകൊണ്ട് ഹൽവ ഉണ്ടാക്കി തരണമെന്ന് ഭഗവാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പറ്റുന്ന എല്ലാവരും താമര വിത്തുകൊണ്ട് ഹൽവ ഉണ്ടാക്കി സമർപ്പിക്കുക. താമര വിത്തുകൊണ്ട് എങ്ങനെ ഹൽവ ഉണ്ടാക്കണം എന്നുള്ള ആ കാര്യമൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ വീഡിയോ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കേട്ടുകൊള്ളുക. കഥ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.